Hi, welcome to Reads Academy Smart Plus. അപ്പോൾ നമ്മൾ ഫിസിക്സ് ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആയിരുന്നു പറഞ്ഞത് അല്ലേ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ നമ്മൾ പ്ലെയിൻ മിറേഴ്സ് വരെ പറഞ്ഞു. എങ്ങനെയാണ് മിറേഴ്സ് ഉണ്ടാവുക, എങ്ങനത്തെ ടൈപ്സ് ഓഫ് മിറേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ പ്ലെയിൻ മിറർ പഠിച്ചു. റിഫ്ലക്ഷൻ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ പ്ലെയിൻ മിററിൽ കണ്ടു. അങ്ങനെയാകുമ്പോൾ അതിൽ ഇമേജസ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഇനി അങ്ങനെ പ്ലെയിൻ മിറേഴ്സിൽ നടക്കുന്ന ആ റിഫ്ലക്ഷനിൽ എന്തെങ്കിലും നമുക്ക് വ്യത്യസ്തമായി കാണാൻ കഴിയുമോ? നമ്മളെപ്പോഴും നമ്മുടെ മുഖം നോക്കുമ്പം നമ്മളൊരൊറ്റ മിററിലേക്കാണ് നമ്മുടെ ഫേസ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ റിഫ്ലക്ഷൻ, ഒരു ഇമേജ് നമുക്ക് ആ മിററിൽ കാണും, അല്ലെങ്കിൽ ആ ദർപ്പണത്തിൽ കണ്ണാടിയിൽ നിങ്ങളുടെ ഇമേജ് കാണും. ഇനി അങ്ങനെയല്ല, ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പ്ലെയിൻ മിറേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ഇമേജ് കിട്ടുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം അതാണ് നിങ്ങൾക്ക് അടുത്തത് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്ലെയിൻ മിറേഴ്സ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത് സംഭവിക്കുക. ഒരൊറ്റ പ്ലെയിൻ മിററാണ്, സമതല ദർപ്പണമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്രതിബിംബം മാത്രമേ കിട്ടുള്ളൂ, സാധാരണ നമ്മൾ കണ്ണാടി നോക്കുന്നത് പോലെ. ഒന്ന് നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കി, കണ്ണാടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഒറ്റ ഇമേജ് കിട്ടുന്നു. ഇത് നിങ്ങളൊരു രണ്ടോ മൂന്നോ കണ്ണാടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അതും ഇപ്പം ഞാൻ രണ്ട് കണ്ണാടി ഇങ്ങനെ വെക്കുമ്പോഴും രണ്ടെണ്ണം ഞാൻ അടുപ്പിച്ച് ഇങ്ങനെ കോണ് പോലെ വെക്കുകയെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ നടുക്കൊരു കോണുണ്ട് അല്ലേ. അപ്പം ഈ കോണ് ഞാൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയൊക്കെ ആണെങ്കിൽ എനിക്ക് വേറെ വേറെ ഇമേജസ് കിട്ടും. അതായത് ഇപ്പം ഞാൻ ഒരു കണ്ണാടി ഇങ്ങനെ വെക്കുകയാണ്, ഇതൊരു മിററാണെന്ന് വിചാരിക്കാം. അടുത്തൊരു പ്ലെയിൻ മിറർ ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഈ രണ്ട് മിററിലേക്കും നോക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഇവിടെ ഒരു മിറർ ഉണ്ട്, ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇത് തമ്മിലൊരു ആംഗിൾ ഉണ്ടല്ലോ, ഒരു കോൺ ഇവിടെ രൂപപ്പെടുന്നില്ലേ. ഓക്കെ, അപ്പം ഈ മിററിൻ്റെ എണ്ണം മാറ്റുന്നതിനനുസരിച്ചും, അതായത് ഇപ്പം രണ്ടെണ്ണമാണ്, എനിക്ക് 3, 4, 5 എണ്ണമൊക്കെ വെക്കാം. അതേപോലെ തന്നെ ഈ മിററുകൾ തമ്മിലുള്ള ഈ കോണ് മാറ്റുന്നതിനനുസരിച്ചും നമുക്ക് കിട്ടുന്ന ഇമേജസിൻ്റെ എണ്ണം കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെയിൻലി രണ്ട് മിറർ വെക്കുമ്പോഴുള്ള കണ്ടീഷനാണ്. ഇപ്പം ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന പോലെ. പക്ഷെ രണ്ട് മിറർ വെക്കുമ്പോഴും നമുക്ക് എന്ത് മാറ്റാൻ പറ്റും? ഈ കോൺ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ പിന്നെ എനിക്ക് കുറച്ചും കൂടെ അടുപ്പിച്ച് വെച്ചാൽ എത്ര കിട്ടും? ഒരു 10 ഡിഗ്രിയെ കിട്ടും. ഇനി ഞാൻ കുറച്ചും കൂടെ അകത്തി വെച്ചാലോ, ചിലപ്പോൾ എനിക്കൊരു 90 ഡിഗ്രി 95 ഡിഗ്രി ഒക്കെ കിട്ടും. അങ്ങനെ എനിക്ക് അകത്തിയും വെക്കാം, അടുത്തും വെക്കാം. അപ്പം നമുക്ക് ഈ കോണുകൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇമേജുകളുടെ എണ്ണത്തിലും മാറ്റം സംഭവിക്കും. അപ്പം എത്ര ഇമേജ് കിട്ടും, കോണിനനുസരിച്ച് എത്ര ഇമേജ് കിട്ടും എന്ന് കണക്ക് കൂട്ടാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ, ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ഡ്യൂറിങ് എ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഇസ്. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒറ്റ ഇമേജ് മാത്രമല്ല, ഒറ്റ പ്രതിബിംബം മാത്രമല്ല, ഒന്നിൽ കൂടുതൽ പ്രതിബിംബങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ണാടികൾ വേറെ വേറെ രീതിയിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ എത്ര എണ്ണം കിട്ടും, അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? n is equal to 360 by theta minus 1. ഇതാണ് ഇക്വേഷൻ. n is equal to 360 by theta minus 1. അപ്പോൾ ഈ തീറ്റ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, വളരെ എളുപ്പമുള്ള ഒരു ഇക്വേഷൻ ആണ്. 360നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒന്ന് കുറയ്ക്കുക. ഈ തീറ്റ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ആംഗിൾ ബിറ്റ്വീൻ മിറേഴ്സ്. നമ്മൾ ഈ വെച്ചിരിക്കുന്ന രണ്ട് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണാണെന്ത്? തീറ്റ എന്ന് പറയുന്നത്. ദർപ്പണങ്ങൾക്കിടയിലുള്ള കോൺ. ഓക്കെ, അപ്പൊ തീറ്റ എന്ന് പറയുന്നത് കോണാണ്. അപ്പോൾ ഈ 360 by theta minus 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇമേജ് കിട്ടും എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ ഞാൻ വരച്ച പോലെ 60 ഡിഗ്രിയാണ് രണ്ട് നമ്മുടെ പ്ലെയിൻ മിറേഴ്സ് തമ്മിൽ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് n എത്ര കിട്ടും? n is equal to 360 by 60 minus 1 എന്ന് കിട്ടും. കാരണം 60 ഡിഗ്രി ആണല്ലോ. അപ്പോൾ തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? 60 എന്ന് കൊടുത്തു. 360 360നെ 60 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 6ൽ നിന്ന് 1 കുറച്ചാൽ
5 എന്ന് കിട്ടും. അപ്പോൾ n5 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 പ്രതിബിംബങ്ങൾ കിട്ടും എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ 2 പ്ലെയിൻ മിറേഴ്സ് സമതല ദർപ്പണങ്ങൾ നമ്മൾ 60 ഡിഗ്രി കോണിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് 5 ഇമേജസ് കിട്ടും. ഇനി 60 മാറ്റി നിങ്ങൾ വേറെ ഏതെങ്കിലും 30 ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആയിരിക്കും, വേറെ നമ്പർ ഓഫ് ഇമേജസ് കിട്ടും. അപ്പോൾ എത്ര ഇമേജസ് കിട്ടും എന്നുള്ളതിനാണ് നമുക്കിവിടെ പ്രാധാന്യം. ഓരോ ആംഗിൾ മാറുന്നതിനനുസരിച്ചും എത്ര ഇമേജ് കിട്ടും എന്ന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. n is equal to 360 by theta minus 1. തീറ്റ എന്ന് പറയുന്നത് ഈ 2 മിററുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അതാണ് ആ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്ന ആ പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒറ്റ ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ. പക്ഷെ ഇത് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ആ ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. തീറ്റ എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള കോണാണ് എന്നുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള, ഇത്രയും നേരം നമ്മൾ പ്ലെയിൻ മിറേഴ്സിന്റെ സമതല ദർപ്പണങ്ങളുടെ കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഈ സമതലം അങ്ങോട്ട് മാറ്റി ഒരേപോലെ നേരെ രീതിയിലുള്ള കണ്ണാടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല, ചിലപ്പോൾ വളഞ്ഞതൊക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വളഞ്ഞ കണ്ണാടിയൊക്കെ? കണ്ണ് കാണാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഈ റോഡിന്റെ സൈഡിലൊക്കെ വലിയ ഒരു വട്ടത്തിൽ ഇപ്പോൾ കണ്ണാടി വെച്ചിട്ടില്ലേ, അത് കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വളഞ്ഞിട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ തിരിഞ്ഞ് വളഞ്ഞ കണ്ണാടികളൊക്കെ ഉണ്ടാവും, കുറച്ച് ഉന്തിയ കണ്ണാടികൾ, ഉള്ളിലേക്ക് കുഴിഞ്ഞ കണ്ണാടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദർപ്പണങ്ങളെ നമ്മൾ പറയുന്നതാണ് സ്പെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയും. സ്പെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ. അപ്പൊ എന്താണ് ഈ സ്പെറിക്കൽ മിറേഴ്സ്, അത് എത്ര തരത്തിലുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ സ്പെറിക്കൽ മിറേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് കേർവ്ഡ് മിറേഴ്സ്. ഓക്കെ, അപ്പൊ 2 തരത്തിലാണ് ഇതിലുള്ളത്. ഒന്ന് കോൺകേവ് ആണ്, മറ്റേത് കോൺവെക്സ് ആണ്. ഒരു തരത്തിലുള്ള ദർപ്പണം അല്ലെങ്കിൽ മിറർ എന്ന് പറയുന്നത് കോൺകേവ് ആണ്, കോൺകേവ് ദർപ്പണം എന്ന് പറയും. മറ്റേതാണ് കോൺവെക്സ് ആണ്, കോൺവെക്സ് ദർപ്പണം. ഓക്കെ, അപ്പൊ നോക്കാം, നിങ്ങൾ ഈ ചിത്രം കാണുന്ന പോലെ കോൺകേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈറ്റ് വന്ന് പതിക്കുന്ന ഈ സ്ഥലം, ഈ ഭാഗം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കുഴിഞ്ഞാണ് അല്ലെ, കുഴിഞ്ഞിരിക്കുന്ന ഒരു പ്രതലത്തിലേക്കാണ് ലൈറ്റ് വന്ന് പതിക്കുന്നത്. അങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഒരു പ്രതലത്തിലേക്ക് വന്ന് പതിക്കുന്ന ലൈറ്റ് ആണെങ്കിൽ ആ മിററിനെയാണ് കോൺകേവ് മിറർ എന്ന് പറയാം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ലൈറ്റ് വന്ന് പതിക്കുന്നത് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഈ പ്രതലത്തിലേക്കാണ്. അപ്പൊ അങ്ങനെ ഉന്തി നിൽക്കുന്ന പ്രതലത്തിലേക്കാണ് ലൈറ്റ് വന്ന് പതിക്കുന്നെങ്കിൽ ആ മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. ഇനി നിങ്ങളൊക്കെ എളുപ്പത്തിന് ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ഉപയോഗിക്കും, നമുക്ക് കോഡ് ഉപയോഗിക്കാം അല്ലെ. കോൺകേവ് എന്ന് പറയുമ്പോൾ കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം അല്ലെ. ഇപ്പൊ ഗുഹ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന സാധനമാണ് ഗുഹ. അപ്പൊ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഗുഹ പോലെ ഉള്ളിലേക്ക് പോകുന്ന മിറേഴ്സിനെയാണ് നമ്മൾ കോൺകേവ് മിറേഴ്സ് എന്ന് പറയാ. മറ്റേത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, കോൺവെക്സ് എന്ന് പറയാം. ഈ 2 തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കോൺകേവ് മിറേഴ്സും കോൺവെക്സ് മിറേഴ്സും 2 തരത്തിലുള്ള ഗോളീയ ദർപ്പണങ്ങളാണ്. ഏതൊക്കെയാണ്? കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. ഇനി അങ്ങനെയുള്ള ഈ ഗോളീയ ദർപ്പണങ്ങളില് അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഭാഗങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എവിടെയൊക്കെയാണ് വസ്തുവിനെ വെക്കാൻ പറ്റുക, എവിടെയൊക്കെ നമുക്ക് പ്രതിബിംബം കിട്ടും, എവിടെയൊക്കെ ഇമേജസ് കിട്ടും എന്നൊക്കെ അറിയണമെങ്കിൽ ഈ മിറേഴ്സിന് കുറച്ച് പാർട്സുകളുണ്ട്. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട് എന്നൊക്കെ പറയുന്നതല്ല, മിറേഴ്സിനും കുറച്ച് ഭാഗങ്ങളുണ്ട്. ഏതാ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനൊരു കോൺകേവ് മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺകേവ് മിറർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഇവിടെ പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ മിറർ ഇത് കുറച്ച് കട്ടിയുള്ള മിറർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ മിററും ഇവിടെ വരച്ചിരിക്കുന്ന ഈ വരയും ആ ഗ്രേ ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഗ്രേ ലൈനിന് പറയുന്നതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന്. ഈ പ്രിൻസിപ്പൽ ആക്സിസും ഈ മിററും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെ നമ്മൾ പോൾ എന്ന് പറയും. പോൾ, അതാണ് ആദ്യത്തെ ഭാഗം. പ്രിൻസിപ്പൽ ആക്സിസും മിററും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുക. ഇപ്പൊ പോൾ ദർപ്പണത്തിന്റെ പോൾ എന്നാണ് മലയാളത്തിലും പറയാ, ഇംഗ്ലീഷിൽ POLE പോൾ എന്ന് പറയും. അപ്പൊ ആദ്യത്തെ പാർട്ട് അതാണ് പോൾ. ഇനി ഈ പോള് തൊട്ട് നിങ്ങൾക്ക് ഈ മിറർ നോക്കിയാൽ കാണാം, ഇതിങ്ങനെ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു വലിയ സർക്കിൾ കിട്ടും അല്ലെ. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു കോൺകേവ് മിററാണ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത്. അതിനെ ബാക്കിയും കൂടെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക,
ഒരു സർക്കിൾ, ഒരു വൃത്തം കിട്ടും. ഇതിന്റെ നടുക്ക് നമ്മളൊരു വൃത്തത്തിന് എന്തുണ്ടാവും? സെന്റർ ഉണ്ടാവും അല്ലെ? അതേപോലെ ഈ മിററിനും ഒരു സെന്റർ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗം പഠിച്ചു, പോൾ എന്ന് പഠിച്ചു. രണ്ടാമത്തത് സെന്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ആ മിററിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാ. മലയാളത്തില് വക്രതാ കേന്ദ്രം എന്ന് പറയും. വക്രതാ കേന്ദ്രം. ഓക്കെ. ഇനി അടുത്തത്, ഈ സെന്ററിന്റെയും പോളിന്റെയും നടുക്ക് നമ്മൾ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഈ മിററിന്റെ ഫോക്കസ് എന്ന് പറയാം. ഫോക്കസ്. ഫോക്കസ് എന്ന് തന്നെയാണ് മലയാളത്തിലും പറയാ, ദർപ്പണത്തിന്റെ ഫോക്കസ്. അപ്പോൾ സെന്ററിന്റെയും പോളിന്റെയും നടുക്ക് വരുന്ന പോയിന്റ് ആണ് ഇത് ഫോക്കസ് എന്ന് ഓർക്കുക. ഇനി ഈ ഫോക്കസും പോളും തമ്മിലുള്ള ഈ ദൂരം, ഫോക്കസിൽ നിന്ന് പോളിലേക്കുള്ള ദൂരത്തിനെ നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഫോക്കൽ ലെങ്ത്. ഫോക്കസ് ദൂരം എന്ന് പറയും. ഫോക്കസ് ദൂരം. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നിങ്ങൾക്ക് ഈ മിററിൽ പഠിക്കാനുള്ളത്. ഒന്ന് പോളുണ്ട്, പിന്നെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, പിന്നെ ഫോക്കസ് ഉണ്ട്. ഫോക്കസും പോളും തമ്മിലുള്ള ദൂരത്തിന് നമ്മൾ എന്ത് പറയും? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഈ 4 പോയിന്റെങ്കിലും, ഈ 4 പാർട്സ് എങ്കിലും നിങ്ങൾക്ക് നല്ല വ്യക്തമായി അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ 4 പാർട്സ് ഏതൊക്കെയാണ് പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മളൊരു കോൺകേവ് മിറർ വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോൺകേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കോൺകേവ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി കോൺവെക്സ് ആകുമ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നിടത്തേക്കായിരിക്കും ലൈറ്റ് വന്ന് പതിക്കുക. അപ്പൊ അതിന്റെ ഈ ഭാഗത്തേക്കായിരിക്കും, വലത്ത് ഭാഗത്തേക്കായിരിക്കും എന്തുണ്ടാവുക? ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറും ഒക്കെ ഉണ്ടാകുക എന്ന് ഓർക്കുക. ഇത് തന്നെ നേരെ തിരിഞ്ഞ് അങ്ങോട്ട് വരും എന്ന് മാത്രം. ഇത് ഇടത് വശത്തേക്കാണ് ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറും ഒക്കെ വന്നിട്ടുള്ളതെങ്കിൽ മറ്റേത് വലത് വശത്തേക്കായിരിക്കും ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറും ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ അതാണ് സ്പെറിക്കൽ മിറേഴ്സിന്റെ മെയിൻ പാർട്സ്. അപ്പൊ നമ്മൾ ഇന്ന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു. അതേപോലെ നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു അല്ലെ? കോൺകേവും ഉണ്ട്, കോൺവെക്സും ഉണ്ട്. അതിന്റെ പാർട്സും നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിലൊക്കെ എങ്ങനെയാണ് ഇമേജസ് ഉണ്ടാകുക എന്നാണ്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം അപ്പോഴേ നിങ്ങൾക്ക് അതിൽ ഇമേജ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പം കൂടുതലായിട്ട് മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും എല്ലാ വീഡിയോസും കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ ചാനൽ. ഓക്കെ, താങ്ക് യു.